ട്രാൻസ്ഫോമർ ലെക്ചർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായാലും അതുപോലെ തന്നെ ബിടെക് കരിക്കുലം ഫോളോ ചെയ്യുന്നവർക്കായാലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ലെക്ചർ സീരീസിന് ശേഷവും അതിൻ്റെ ബേസിക്കും അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും ചേഞ്ചസ് റിക്വയർഡ് ആണെങ്കിൽ അത് മെൻഷൻ ചെയ്താൽ മതി. ഇതിൻ്റെ ടെസ്റ്റ് സീരീസും നമ്മൾ ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യുന്നതാണ്. ലെക്ചർ നമ്പർ 1 മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പം നമുക്കറിയാം രണ്ട് ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്. ഒന്ന് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉണ്ട്, നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ എന്താണ് ആ ഫാക്ടർ, അതായത് ഒരു മെറ്റീരിയലിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്ന ഫാക്ടർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നോർമലി നമുക്കറിയാം എല്ലാ മെറ്റീരിയൽസിൻ്റെയും ബേസിക് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആറ്റം ആണ്. ഈ ആറ്റത്തിൽ ഇലക്ട്രോൺസ് എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പെയർഡായി ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ അൺപെയർഡ് സബ്ഷെൽസ്, ഈ സബ്ഷെൽസിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകും. അപ്പോൾ ചില മെറ്റീരിയൽസിന് പെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും, ചിലതിന് അൺപെയർഡ് ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ എല്ലാ ഇലക്ട്രോൺസിനും അതിൻ്റെതായ സ്പിൻ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇപ്പോൾ ഒരു പെയർഡ് ആയിട്ട് ഒരു സബ്ഷെല്ലിൽ അല്ലെങ്കിൽ ഒരു പെയർഡ് ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അതിൻ്റെ നെറ്റ് സ്പിൻ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. കാരണം ആൻറ്റി ക്ലോക്ക് വൈസ് എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും ഇലക്ട്രോൺസ് ക്ലോക്ക് വൈസും ഉണ്ട്. പക്ഷെ ഒരു അൺപെയർഡ് ആണ് അതിൻ്റെ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നെറ്റ് സ്പിൻ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ അത് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒബ്സർവ് ചെയ്യും. ആ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു മെറ്റീരിയൽ ഒരു മാഗ്നറ്റിൻ്റെ അടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് മാറും. ആ മാറുന്നതിനുള്ള കാരണം ആണ് ഫാരഡേസ് ലോ പറയുന്നത്. ഫാരഡേസ് ലോ ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് മൂലമാണ് മാറുന്നത്? അതിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത്. അതിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ, സ്പിൻ, അതുപോലെ തന്നെ മോഷൻ ഓഫ് ഇലക്ട്രോൺസ്, ഇതൊക്കെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. എന്തൊക്കെ ടൈപ്പ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്: ഡയമagnetic, പാരാമാഗ്നറ്റിക് ആൻഡ് ഫെറോമാഗ്നറ്റിക്. അപ്പോൾ ഈ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന എന്തിൻ്റെ ബേസിസിലാണ്? മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റീൻ്റെ ബേസിസിലാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഡിനോട്ട് ചെയ്യുന്ന psi വാല്യൂ വെച്ചാണ്. ഈസ് ഈക്വൽ ടു മാഗ്നറ്റൈസേഷൻ ബൈ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. അതായത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അത് എത്രമാത്രം മാഗ്നറ്റൈസ്ഡ് ആവും എന്നതാണ് ഈ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയമagnetic മെറ്റീരിയൽസിന് പൊതുവേ ലെസ് ദാൻ നെഗറ്റീവ് വാല്യൂ ആണ്. അതുപോലെ തന്നെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് സ്ലൈറ്റ്ലി പോസിറ്റീവ്, സ്മോൾ പോസിറ്റീവ്. ആൻഡ് ഫെറോമാഗ്നറ്റിക് സംബന്ധിച്ച് ലാർജ് പോസിറ്റീവ് വാല്യൂ ആണ്, ലാർജ് പോസിറ്റീവ് ആണ്. ഇനി എന്താണ് ഒരു ഡയമagnetic മെറ്റീരിയൽ? ഡയമagnetic മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഫിഗറിൽ കാണിച്ച മാതിരി തന്നെ ഇവിടെ ഒരു നോർത്ത് സൗത്ത് പോളിലുള്ള ഒരു മാഗ്നറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ ഇതൊരു ഡയമagnet ആണ്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ് ഈ ഫീൽഡിനെ ഈ ഡയമagnetic സബ്സ്റ്റൻസ് റിപ്പൽ ചെയ്യുന്നത്. ഇതാണ് ഒരു ഡയമagnetic സബ്സ്റ്റൻസിന്റെ പ്രോപ്പർട്ടി. അതായത് അത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ റിപ്പൽ ചെയ്യും. അതുപോലെ തന്നെ അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ടു ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ് ആണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രോങ്ങർ പാർട്ടിൽ നിന്ന് വീക്കർ പാർട്ടിലേക്ക് ആയിരിക്കും അതിന്റെ മൂവ്മെന്റ്. ഇനി അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഡയമണ്ട്, NaCl, സിലിക്കൺ, ഇതൊക്കെയാണ് അതിന്റെ നോർമലുള്ള എക്സാമ്പിൾസ്. സൂപ്പർ കണ്ടക്ടർ ഒരു പെർഫെക്റ്റ് ഡയമagnetic മെറ്റീരിയൽ ആണ് ഒരു സൂപ്പർ കണ്ടക്ടർ എന്ന് പറയാം. ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി എക്സിബിറ്റ് ചെയ്യുന്ന ഫിനോമിനെ ആ എഫക്റ്റിനെ പറയുന്നതാണ് മെയ്സ്നർ എഫക്റ്റ് എന്ന് പറയാം. അതായത് ഒരു പെർമനന്റ് മാഗ്നറ്റിനെ ഒരു സൂപ്പർ കണ്ടക്ടറിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ദ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ ജനറേറ്റ്സ് എ കറന്റ് ദാറ്റ് opposes the permanent magnet's magnetic field, resulting in a field zero interior field. അതാണ് മെയ്സ്നർ എഫക്റ്റ് പറയുന്നത്. അതായത് ഒന്നുമില്ല, ഡയമagnetic മെറ്റീരിയൽസ് അതിന്റെ എക്സ്റ്റേണൽ ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്നത് തന്നെയാണ് ഈ മെയ്സ്നർ എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡയമagnetismത്തിന്റെ വേറൊരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ അത് ടെമ്പറേച്ചറിൽ ഇൻഡിപെൻഡന്റ് ആണ്. ടെമ്പറേച്ചർ വേരിയേഷൻസ് അതിന് ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ,
പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് നമ്മൾ ഡയമാഗ്നറ്റിക് എന്ന് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പാരാമാഗ്നറ്റിക്. അവിടെ പറഞ്ഞല്ലോ നമ്മൾ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ നെഗറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പോൾ നോർമലി അതിൻ്റെ ഉൾട്ടയായിരിക്കും, അതായത് അട്രാക്റ്റഡ് ആയിരിക്കും, പക്ഷേ വീക്ക് ആയിരിക്കും. കാരണം അതിൻ്റെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ സ്മോൾ പോസിറ്റീവ് വാല്യൂ എന്നാണ് പറഞ്ഞിരുന്നത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ. അപ്പോൾ അട്രാക്റ്റഡ്, ഇവിടെ ഫിഗർ നോക്കി അറിയാം അട്രാക്റ്റഡ് ആണ്, മാഗ്നറ്റിക് മെറ്റീരിയൽസിന് അട്രാക്റ്റഡ് ആണ്. നോർത്ത് സൗത്ത് ആണ് അതിൻ്റെ ഫീൽഡ് എന്ന് വെച്ചാൽ. അതുപോലെ തന്നെ സെയിം ഡയറക്ഷനിലാണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലാണ്. പിന്നെ ഇറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് അപ്പോൺ ടെമ്പറേച്ചർ, അതായത് ക്യൂരീസ് ലോ പ്രകാരം ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ആബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഫെറോമാഗ്നറ്റിക് ആവും. അതിനെ നമ്മൾ പറയുന്ന ടെമ്പറേച്ചറാണ് ക്യൂരീസ് ടെമ്പറേച്ചർ എന്നാണ് അതിനെ പറയാം. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ടങ്സ്റ്റൺ, സീഷ്യം, അലുമിനിയം, ലിത്തിയം, അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് പറഞ്ഞാൽ പാരാമാഗ്നറ്റിന്റെ എക്സ്ട്രീം കേസ്, അതായത് അട്രാക്റ്റഡ് ആണെങ്കിൽ സ്ട്രോങ്ലി അട്രാക്റ്റഡ്, എല്ലാത്തിൻ്റെയും എക്സ്ട്രീം കേസ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് അയൺ, കൊബാൾട്ട്, നിക്കൽ എക്സെട്ര. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഹിസ്റ്റീരിസിസ് ലൂപ്പ്. എല്ലാ മാഗ്നറ്റിക് മെറ്റീരിയൽസിനും അതിൻ്റെതായ ഒരു ഹിസ്റ്റീരിസിസ് ലൂപ്പ് ഉണ്ട്. ഈ ഹിസ്റ്റീരിസിസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഗ്രാഫ് ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആൻഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഫീൽഡ് സ്ട്രെങ്ത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ പ്ലോട്ടിനെയാണ് ഈ ഹിസ്റ്റീരിസിസ് ലൂപ്പ് എന്ന് പറയുക. ഇതിൻ്റെ ഏരിയ പറയുന്ന സാധനം അതിൻ്റെ ലോസിനെയാണ്, ഹിസ്റ്റീരിസിസ് ലോസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്പർ ഓഫ് ലൂപ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഇതാണ് സാച്ചുറേഷൻ പോയിന്റ്, അതായത് മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി. ഇതാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന ഫീൽഡ് സ്ട്രെങ്ത്. ഇനി നമ്മൾ ഇനീഷ്യലി ഫീൽഡ് സ്ട്രെങ്ത് ഇങ്ങനെ കൂട്ടി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അതിനനുസരിച്ച് കൂടി ഈ പോയിന്റ് എത്തുമ്പോൾ സാച്ചുറേഷൻ ആയി. ഇനി ഇവിടെ നിങ്ങൾ കുറയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ സാധനം സെയിം കർവിൽ ഫോളോ ചെയ്യുന്നില്ല. അതായത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് 0 ആയ പോയിന്റിലും ഇവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ട്. ഈ പറയുന്നതിനാണ് റിട്ടൻറ്റിവിറ്റി. അതായത് ഫീൽഡ് സ്ട്രെങ്ത് 0 ആയ പോയിന്റിലും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫ്ലക്സ് ഡെൻസിറ്റി 0 ആവാൻ വേണ്ടിയിട്ട് എത്രമാത്രം റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വന്നു, അതിനെയാണ് കോർസിവിറ്റി എന്ന് പറയുക. എല്ലാ മാഗ്നറ്റിക് മെറ്റീരിയൽസിനും അതിൻ്റെതായ ഹിസ്റ്റീരിസിസ് ലൂപ്പ് ഉണ്ടാവും. സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസിന് അതിൻ്റെതായ ഒരു ഹിസ്റ്റീരിസിസ് ലൂപ്പ് ഉണ്ടാവും. ഹാർഡിനാണെങ്കിൽ വേറൊരു ടൈപ്പ് ഹിസ്റ്റീരിസിസ് ലൂപ്പ് ഉണ്ടാവും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് അതിന്റെ ഹിസ്റ്റീരിസിസ് ലൂപ്പ്. അപ്പോൾ ഇതോടെ നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ ലെക്ചർ ഇവിടെ തീരുകയാണ്.